بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. فلقتحم العقبة. വചനം 11. ഫലഖ്തഹമ എന്നാൽ അവൻ തിരക്കിക്കടന്നില്ല, അൽ അഖബ ചുരമാർഗത്തെ, മലവഴിയിൽ. എന്നിട്ടു അവൻ ചുരമാർഗത്തിൽ തിരക്കിക്കടന്നില്ല. وما أدراك ما العقبة. വചനം 12. വമ അദ്റാക നിനക്ക് എന്തറിയാം, അറിവു നൽകിയതെന്ത്. മൽ അഖബ ചുരമാർഗം എന്തെന്ന്, ചുരമാർഗം എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം. فك رقبة. വചനം 13. ഫക്കു വിടുതലാക്കലാണ്, അഴിച്ചുവിടലാണ്. റഖബ പിരടിയെ, അടിമയെ. അതെ, അടിമയെ വിടുതലാക്കുക. أو إطعام في يوم ذي مسغبة. വചനം 14. ഔ ഇത്ആമുൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. ഫീ യൗമിൻ ദിവസത്തിൽ. ദീ മസ്ഗബ പട്ടിണിയുള്ള, അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം നൽകുക. يتيما ذا مقربة. വചനം 15. യതീമൻ അനാഥക്കുട്ടിക്ക്. ദാ മഖറബ അടുത്ത കുടുംബബന്ധമുള്ള അനാഥയ്ക്ക്. أو مسكينا ذا متربة. വചനം 16. ഔ മിസ്കീനൻ അല്ലെങ്കിൽ സാധുവിന്, പാവപ്പെട്ടവന്. ദാ മത്റബ മണ്ണുപുരണ്ട, കടുത്ത ദാരിദ്ര്യമുള്ള, അല്ലെങ്കിൽ മണ്ണുപുരണ്ട അഥവാ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. വചനം 17. സുമ്മ കാന പിന്നെ അവനാകുകയും ചെയ്തില്ല. മിനല്ലദീന യാതൊരുവരിൽപ്പെട്ടവൻ. ആമനു വിശ്വസിച്ച. വതവാസൗ പരസ്പരം ഒസിയത്തും ചെയ്ത, ഉപദേശിക്കുകയും ചെയ്ത. ബിസ്സബ്ർ ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്. വതവാസൗ പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത. ബിൽ മർഹമ കാരുണ്യം കൊണ്ട്. പിന്നെ അഥവാ അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല. أولئك أصحاب الميمنة. വചനം 18. ഉലൈക അക്കൂട്ടർ. അസ്ഹാബ് ആൾക്കാരാണ്. അൽ മൈമന വലതുപക്ഷത്തിന്റെ, ശുഭപക്ഷത്തിന്റെ. അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരത്രേ. والذين كفروا بآياتنا هم أصحاب المشأمة. വചനം 19. വല്ലദീന കഫറു അവിശ്വസിച്ചവരാകട്ടെ. ബി ആയാതിന നമ്മുടെ ആയത്തുകളിൽ. ഹും അവർ തന്നെ. അസ്ഹാബു ആൾക്കാർ. അൽ മശ്അമ ഇടതുപക്ഷത്തിന്റെ, അശുഭപക്ഷത്തിന്റെ. നമ്മുടെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ, അവരത്രേ അശുഭകരമായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ. عليهم نار مؤصدة. വചനം 20. അലൈഹിം അവരുടെ മേലുണ്ടായിരിക്കും. നാറുൻ മുഅ്സദ അടച്ചു മൂടപ്പെട്ട തീ, അഗ്നി. അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നിയുണ്ടായിരിക്കും.
ഇതൊക്കെയാണ് ചുരമാർഗമെന്നു പറഞ്ഞത്. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊന്നും പ്രവേശിക്കുവാനുള്ള തിരക്കോ സാഹസമോ അവൻ കാണിച്ചില്ല. നേരെ മറിച്ച് സ്വേച്ഛയുടെ എളുപ്പമാർഗമാണവൻ സ്വീകരിച്ചത്. മാത്രമല്ല, മനുഷ്യജീവിതം ആദ്യന്തം ക്ലേശം നിറഞ്ഞതാണ്. അവ തരണം ചെയ്തു പോരുവാൻ വേണ്ടുന്ന അവയവങ്ങളും സഹായങ്ങളും അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിൽ അവന്റെ അനശ്വര ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുവാനുള്ള ക്ലേശവും അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ വേണ്ടതുപോലെ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് കുറെ പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും ആ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കേണ്ടതാണ്. അടിമത്തമാകുന്ന ബന്ധം കൊണ്ട് കഴുത്തു ഞെരുങ്ങി അസ്വതന്ത്രനായി വിഷമിക്കുന്നവന് അഥവാ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടതു ചെയ്യുക. പഞ്ഞം പിടിപെട്ട കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾ, ദാരിദ്ര്യം നിമിത്തം മണ്ണല്ലാതെ മറ്റു ഗതിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ മുതലായവർക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെ പലതും അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊന്നും അവൻ ചെയ്തില്ല. മാത്രമോ സത്യവിശ്വാസം, പരസ്പരം ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കൽ എന്നിങ്ങനെയുള്ള സൽഗുണങ്ങളോടുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുന്നുണ്ടോ? അതും ഇല്ല. ഇത്തരക്കാർ സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ തങ്ങൾക്കു നാശമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ രണ്ടിലൊരു കക്ഷിയിൽ പെടാതിരിക്കയില്ല. ശുഭലക്ഷണം പൂണ്ട വലതുപക്ഷം, അശുഭലക്ഷണം പൂണ്ട ഇടതുപക്ഷം. മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള നല്ല മാർഗം സ്വീകരിച്ചവരാണ് വലതുപക്ഷക്കാർ. ഇവർക്കു മാത്രമേ രക്ഷയുള്ളൂ. ആ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിന്റെ ലക്ഷ്യപ്രമാണങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരായിരിക്കും. ഇവരാണ് ഇടതുപക്ഷക്കാർ. ഇവർക്ക് ആധാരം നരകമായിരിക്കും. അതിലെ അഗ്നി അവരിൽ അടച്ചു മൂടപ്പെട്ടുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ പ്രസ്താവിച്ചത് ഓർക്കുക. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഖുറൈശികളുടെ അക്രമമർദ്ദനങ്ങൾക്കു പാത്രമായിക്കൊണ്ടിരുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. ആദ്യ വിശ്വാസികളിൽ പലരും അടിമകളായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്നു കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഈ അവസരത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാണ്. സ്വഹാബികളിൽ കഴിവുള്ളവരെല്ലാം അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 6-7 പേരെ മോചിപ്പിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസിയായ ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചു വിട്ടാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരം അള്ളാഹു അവന്റെ അവയവത്തിനു നരകത്തിൽ നിന്നും മോചനം നൽകുന്നതാണ്. അതായത് കയ്യിന് കയ്യും കാലിന് കാലും ഗുഹ്യസ്ഥാനത്തിന് ഗുഹ്യസ്ഥാനവും വരെ. അഹ്മദ്, ബുഖാരി, മുസ്ലിം, തിർമുദി, നസായി. അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരവധിയാണ്. റഖബത്ത് എന്ന വാക്കിന്റെ സാക്ഷാൽ അർത്ഥം പിരടി അല്ലെങ്കിൽ കഴുത്ത് എന്നാകുന്നു. അടിമത്തമാകുന്ന ചങ്ങല കൊണ്ട് അടിമയുടെ കഴുത്ത് ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അടിമ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക പതിവായി. കഴുത്ത്, തല, കൈ മുതലായ ഏതെങ്കിലും ഒരു പ്രധാന അവയവത്തിന്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ മൃഗത്തെ ഉദ്ദേശിക്കലും അറബിയിൽ എന്ന പോലെ മലയാളത്തിലും പതിവുള്ളതാണ്. അനാഥകൾക്കും സാധുക്കൾക്കും അന്നദാനം ചെയ്യുന്നത് എപ്പോഴും വളരെ പുണ്യപ്പെട്ട കർമ്മം തന്നെ. എന്നാൽ അടുത്ത കുടുംബത്തിലുള്ളവരാകുകയും പട്ടിണിയും പഞ്ഞവും ഉള്ള കാലത്താവുകയും ചെയ്യുമ്പോൾ അതിന്റെ കടമയും പ്രാധാന്യവും കൂടുതൽ വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സാധുവിന് ധർമ്മം കൊടുക്കൽ ഒരു ധർമ്മമാകുന്നു. രക്തബന്ധമുള്ളവന് കൊടുക്കുന്നത് 2 ധർമ്മമാണ്. അതായത് ധർമ്മവും കുടുംബം പാലിക്കലും. അഹ്മദ്, തിർമിദി, നസായി. ചൂണ്ടാണിവിരലും നടുവിരലും അകറ്റിപ്പിടിച്ച് ആംഗ്യം കാട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാനും അനാഥയെ ഏറ്റെടുക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ബുഖാരി.